നമസ്കാരം. DTV നാട്ടുവഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ നിന്ന് എല്ലാവർക്കും പ്രിയങ്കരമായ നാടൻ നെൽകുത്തിരി ഉണ്ടാക്കുന്ന കാഴ്ചകൾ മറഞ്ഞു തുടങ്ങിയിട്ട് നാളെറിയും. എന്നാൽ ഇന്ന് പരമ്പരാഗതമായ രീതിയിൽ നെല്ല് കുഴിഞ്ഞ് പായലും പരമ്പരും മായം കലരാത്ത സ്വാദിഷ്ടമായ അരി ഉണ്ടാക്കുന്ന കൂത്താട്ടുകുളം വാളിയപ്പാടത്തെ കോളാക്കളിൽ ദിവാകരൻ ചേട്ടനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ എനിക്ക് 69 വയസ്സായി. ഇന്ന് കൊണ്ടെടുക്കുക. പിന്നെ ആദ്യമായിട്ട് നെല്ല് നന്നായിട്ട് ചെമ്പ് നന്നായിട്ട് കൈ പോയി കളയണം. അത് ചെമ്പിന്റെ അരി പിടിക്കും. കൈ പോയി കളഞ്ഞിട്ട് അതിനകത്ത് എണ്ണ തൂക്കണം. ശകലം എണ്ണ തൂത്തിട്ട് നെല്ലുമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നെല്ലുമായിട്ട് അതിന്റെ വന്നതിന്റെ മാറി കളയണം. അത് കളഞ്ഞിട്ട് തിളപ്പിക്കാൻ വന്നതേയും തപ്പിയവരൊക്കെ വാരി കളയണം. എന്നാലേ അരി തെളിഞ്ഞിരിക്കുള്ളൂ. അരിക്കകത്ത് കറവലായിരിക്കും. അത് കഴിഞ്ഞ് തിളപ്പിക്കണം. തിളപ്പിച്ച് പിറ്റേ ദിവസം ആ വെള്ളം വെച്ച് അത് പുഴുങ്ങണം. പുഴുങ്ങി ഒരു വേറ്റിട്ട് ഉണങ്ങണം. അത്ര വേസമുള്ളൂ. പുഴുങ്ങുന്ന ശരിക്കും ആവി ശരിക്കും കയറണം. എന്നാലേ അരി നന്നായിരിക്കുള്ളൂ. ആവി ശാനം കുറഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാവും. അത് നുറുങ്ങിപ്പോവും. ഒത്തിരി അരികളുണ്ട്. നെല്ല് പൈസ കൊണ്ട് മേടിക്കും. അതുപോലെ നെല്ല് മേടിച്ചിട്ട് അരി കൊടുക്കുന്നവരും ഉണ്ട്. നെല്ല് മേടിക്കും. അരി മേടിച്ചിട്ട് പോകും. പിന്നെ നെല്ലും കൂടെ വിലയ്ക്ക് മേടിക്കാം. വിലയ്ക്ക് മേടിച്ചിട്ട് കൊടുക്കാം. പണ്ടും ദൂരം ഉണ്ടെങ്കിലും തേയിലാണ്. അന്നൊക്കെ ഞങ്ങൾ ഉണ്ടാകുന്നത് 2 ദിവസം കൊണ്ടൊക്കെ 40-45 അരിയ രാമൂരിലേക്ക് കൊടുക്കാൻ. എന്നാലും അവിടെ തേയില 2 പുഴുക്ക് വെച്ചെടുക്കാം. അന്ന് 60 ചമ്പ 2 പുഴുക്കെടുക്കും ഒരു ദിവസം. അന്നൊന്നും വലിയ കിട്ടപ്പോഴൊന്നുമില്ല. 125 രൂപയ്ക്ക് നെല്ല് മേടിച്ചാൽ 130 രൂപയ്ക്ക് അരി വയ്ക്കും. അത് കിട്ടപ്പോഴൊന്നുമില്ല. പിന്നെ ഉണക്ക് കുറച്ച് ദിവസത്തെ ആളുകൾ പൈസ കിട്ടുന്നത്. ഇപ്പം അങ്ങനെയല്ല. വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും കൂലി മുട്ടും.